ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദ ഡെയിലി ന്യൂസ് ഡെസ്ക് ഓഫ് ദക്ഷിണ ലേണിംഗ്. അപ്പോൾ എന്നത്തെ പോലെ ഇന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ബ്രീഫ് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് 80 years ഓൺ നെവർ അഗെയിൻ ഈസ് സൗണ്ട് ഇൻ ഹോളോ. ഇതൊരു വേൾഡ് ഹിസ്റ്ററി ഇവൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ കറണ്ട് ലെഗസിയെ മാർക്ക് ചെയ്തിട്ട് ഉള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഹിസ്റ്ററി പ്ലസ് IR എന്നുള്ളൊരു ആംഗിൾ നമുക്കൊരു അനാലിസിസ് പോവാം. ദെൻ കോഷൻ ആൻഡ് ഒപ്റ്റിമിസം എന്നുള്ളൊരു ന്യൂസാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ കംസ് ഡു റെസ്റ്റോറൻറ്റ് ഹാവ് ദ റൈറ്റ് ടു ചാർജ് എ സർവീസ് ഫീ. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണത്. ദെൻ MMR ഷോസ് എ ഡിക്ലൈനിങ് ട്രെൻഡ്. മെറ്റേണൽ മോർട്ടാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഹ്യൂമൻ ജോഗ്രഫി ആംഗിൾ നമുക്ക് കണക്ട് ചെയ്യാം. ആൾസോ സൊസൈറ്റി ഇഷ്യൂ. ദെൻ കംസ് സെൻട്രൽ ആൻഡ് ഡ്രാഫ്റ്റ് ക്ലൈമറ്റ് ടാക്സോണമി. ഇപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസ് എന്നുള്ളൊരു ഏരിയയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ന്യൂസാണ്. ദെൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നോട്ടിഫൈസ് ന്യൂ ഡെഫിനേഷൻ ടു കർബ് പ്രഡേറ്ററി പ്രൈസിങ്. അപ്പോൾ പ്രഡേറ്ററി പ്രൈസിങ് എന്നുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ്. ആൾസോ ദ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കോമ്പറ്റീഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ളൊരു അനാലിസിസ് ഉണ്ടാവും. ദെൻ പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ സ്ട്രെയിൻഡ് ബൈ ഫ്ലോഡ് പോളിസി വീക്ക് ട്രെയിനിങ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് മെയിനായിട്ട് എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ബ്രീഫിങ്ങിലോട്ടും അതിൻ്റെ ഒരു അനാലിറ്റിക് ഏരിയയിലോട്ടും നമുക്ക് നോക്കാം. സോ മൂവിങ് ടു ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ദ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ, ദ 80 years ഓൺ നെവർ അഗെയിൻ ഈ സൗണ്ട് ഇൻ ഹോളോ. അപ്പോൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വേൾഡ് വാർ എൻഡ് ചെയ്ത ആ ഒരു ഡേയുടെ ഇവൻറ്റും അതിനുശേഷം സംഭവിച്ച ലെഗസിയും അല്ലെങ്കിൽ അതിനുശേഷം സംഭവിച്ച ഇവൻറ്റ്സും ഗ്ലോബൽ ഓർഡറിൻ്റെ ചേഞ്ചും അത് കറൻ്റ്ലി ഇപ്പോൾ എങ്ങനെയാണ് പിന്നും റിസ്ട്രെയിൻഡ് ആവുന്നതെന്നും യൂറോപ്പ് എന്നുള്ളത് അടുത്തൊരു വാർ തിയേറ്ററിലോട്ട് പോവുകയാണെന്ന് മെൻഷൻ ചെയ്തിട്ട് ഉള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് എൻ്റെ ബ്രീഫിങ്ങിലോട്ടൊന്ന് പോകാം. യൂറോപ്പ് മാർക്സ് 80 years സിൻസ് വേൾഡ് വാർ ടു എൻഡ്, സെലിബ്രേറ്റിംഗ് വിക്ടറി ഓഫ് യൂറോപ്പ് ഡേ ഡിഫറെൻ്റ്ലി ഇൻ റഷ്യ ഓൺ May 9 ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് ഓൺ May 8. അതായത് വേൾഡ് വാർ എൻഡ് ചെയ്ത 1945 വിക്ടറി ഡേ, യൂറോപ്പിലെ വിക്ടറി ഡേ 2 ദിവസമായിട്ട് ആഘോഷിച്ചായി. റഷ്യയിൽ May 9 വെസ്റ്റേൺ യൂറോപ്പിൽ May 8 ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ ഡിസഗ്രിമെൻറ്റ്. റഷ്യാസ് വിക്ടറി ഡേ ഹാസ് ബിക്കം എ മേജർ മിലിറ്ററി ഇവൻറ്റ് വൈൽ വെസ്റ്റേൺ യൂറോപ്പ് ഒബ്സർവ് ഇറ്റ് വിത്തിൻ സോളം റിമംബറൻസ്. അപ്പോൾ റഷ്യക്ക് ഇതൊരു മിലിറ്ററി ഇവൻ്റ് ആയിട്ടാണ് അവർ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ വെസ്റ്റേൺ യൂറോപ്പ് ഇതൊരു റിമംബറൻസ് ഡേ ആയിട്ടാണ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ലെഗസ്റ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. കറണ്ട് ടെൻഷൻ ഇൻ യൂറോപ്പ് മിറർ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് എസ്പെഷ്യലി വിത്ത് റഷ്യാസ് ഇൻവേഷൻ ഓഫ് യുക്രൈൻ ആൻഡ് യൂറോപ്പ് റീആർമിംഗ്, സ്ട്രെങ്തനിങ് നാറ്റോ ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1930s 39 ആ ഒരു സമയത്ത് എന്തൊക്കെ ഇവൻ്റ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു മിറർ റിഫ്ലക്ഷനാണ് ആക്ച്വലി കറൻ്റ്ലി നടക്കുന്നതെന്നാണ് ഈ ഒരു ഓതർ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി റഷ്യാസ് ഇൻവേഷൻ ഉക്രൈനും അതിനുശേഷം നാറ്റോയുടെ റീഅലൈൻമെൻറ്റും നാറ്റോയുടെ സപ്പോർട്ട് ഇപ്പോൾ പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ വാർ സോൺ സമയത്തുള്ള ഗ്രൂപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അതൊരു ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് വളരെ ഹാർഷായിട്ടുള്ള രീതിയിൽ മാറാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു അനാലിസിസാണ് തരുന്നത്. മെയിൻലി ഇതൊരു ഹിസ്റ്റോറിക്കൽ അനക്ഡോട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എസ്സേയിലായാലും IRൻ്റെ ആംഗിളിലായാലും ഈ ഹിസ്റ്റോറിക്കൽ അനക്ഡോട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആ റൈറ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സും ടേംസുമാണ് മെയിനായിട്ട് ന്യൂസിലുള്ള. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മാർഷൽ പ്ലാൻ ആൻഡ് നാറ്റോസ് റോൾ. ആഫ്റ്റർ വേൾഡ് വാർ II, ദ മാർഷൽ പ്ലാൻ റീബിൽഡ് വെസ്റ്റേൺ യൂറോപ്പ് എക്കോണമിക്കലി വൈൽ നാറ്റോ പ്രൊവൈഡഡ് ഡിഫൻസ് അഗെയിൻസ്റ്റ് സോവിയറ്റ് ഇൻഫ്ലുവൻസ് ഡ്യൂറിങ് യൂറോപ്യൻ യൂണിറ്റി. അപ്പം മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ദ വാർ. എന്തിനു വേണ്ടിയിട്ടാണ്? യൂറോപ്പിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അതേപോലെ അതിൻ്റെ കളക്റ്റീവ് സെക്യൂരിറ്റിക്ക് വേണ്ടി നാറ്റോ എന്നുള്ള സെക്യൂരിറ്റി അലയൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഡേ നാറ്റോസ് റിലവൻസ് റീസർഫസ് വിത്ത് റൈസിങ് സെക്യൂരിറ്റി ത്രെഡ്. അപ്പോൾ അന്ന് എന്താണോ കളക്റ്റീവ് ഡിഫൻസിന് വേണ്ടി എടുത്ത് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇപ്പോൾ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റിലോട്ട് കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ടെന്ന് കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് പോയിന്റിൽ നമുക്ക് ഏതൊക്കെ ഏരിയസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ പ്രിലിംസ് പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കീവേഡ്സിൽ നമ്പർ 1 മാർഷൽ പ്ലാൻ ആണ്. ഇത് എന്നാ ലോഞ്ച് ചെയ്ത് ഇനിഷ്യേറ്റഡ് ഇൻ 1948. ആരെ ലോഞ്ച് ചെയ്ത്? ബൈ US ടു എയ്ഡ് വെസ്റ്റേൺ യൂറോപ്സ് എക്കോണമിക് റിക്കവറി ആഫ്റ്റർ വേൾഡ് വാർ II. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ പ്രൊവൈഡഡ് ഓവർ 12 billion വിച്ച് സ്പേർഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് കൗണ്ടഡ് കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ യൂറോപ്പ്. Exclusion, Soviet bloc countries did not participate.
ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർഷൽ പ്ലാനിനെ കുറിച്ച് മിനിമം അറിയേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, കറൻ്റ്ലി ന്യൂസിൽ കുറച്ച് റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫോർമേഷൻ ഇതെന്നാ ഫോം ചെയ്ത് 1949 ബൈ 12 കൺട്രീസ് ഫ്രം യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കളക്റ്റീവ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് സോവിയറ്റ് അഗ്രഷൻ. അപ്പോൾ സോവിയറ്റ് അഗ്രഷനെതിരെ ഒരു കളക്റ്റീവ് ഡിഫെൻസ് എന്നോണം സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് നാറ്റോ. ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ കീ ഡിറ്ററൻറ്റ് ഡ്യൂറിങ് ദ കോൾഡ് വാർ. ആർട്ടിക്കിൾ 5 എൻഷ്യൂർസ് കളക്റ്റീവ് റെസ്പോൺസ് ടു അറ്റാക്ക് ഓൺ എനി മെമ്പേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ മെൻഷൻ ഔട്ട് ചെയ്ത് ചോദിക്കാം. ഏത് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് കളക്റ്റീവ് ഡിഫെൻസ് കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 5, നാറ്റോയുടെ ആർട്ടിക്കിൾ 5 ബേസ് ചെയ്തിട്ടാണ് കളക്റ്റീവ് ഡിഫെൻസ് മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മെമ്പറിന് മേലുള്ള അറ്റാക്ക് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് കൺസിഡർ ചെയ്യും, അതിന് കളക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ expanded to 32 members now address border security challenges. ഇപ്പോൾ 12 നിന്ന് ഇപ്പോൾ 32 കൺട്രീസ് എൻ്റെ പാർട്ടിസിപ്പേഷനിലുണ്ട്. സെക്യൂരിറ്റി ചാലഞ്ചസിൻ്റെ ആംബിറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ടെററിസം, സൈബർ ത്രെഡ്, ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിൻ്റെ ആംബിറ്റിൽ വരും. ഓക്കെ, ഇനി വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് അപ് ടു 1991 മെയിൻ ഇവൻ്റ് നടന്നുകൊണ്ടിരുന്ന കോൾഡ് വാറാണ്. സോ ഇറ്റ് ഈസ് ഐഡിയോളജിക്കൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് നടന്നിട്ടുള്ളൊരു വാറാണ്. അപ്പോൾ ഈ കോൾഡ് വാർ ഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ് പിന്നെ കീ ആയിട്ട് അറിയേണ്ടത്. ഇതിൻ്റെ പീരീഡ് എന്ന് വെച്ചാൽ 1945 to 1991 ആണ് ഓഫ് ഇൻറ്റൻസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. ആരൊക്കെ തമ്മിലാണ്? US ക്യാപിറ്റൽ ബ്ലോക്കും USSRൻ്റെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഐഡിയോളജിക്കൽ റൈവലറി ആയിരുന്നു, ആംസ് റേസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ വെപ്പൺ, ഫോർമേഷൻ ഓഫ് ഒപ്പോസിങ് അലയൻസ്. അപ്പോൾ യൂറോപ്പിൻ്റെ സൈഡിലും അമേരിക്കൻ സൈഡിലും നാറ്റോ എന്നോണം റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഒരു സെക്യൂരിറ്റി അലയൻസാണ് വാർസോ പാക്ട്. അതേപോലെ പ്രോക്സി വാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോക്സി വാർസ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കൊറിയൻ വാർ ഉണ്ടായിരുന്നു, വിയറ്റ്നാം വാർ ഉണ്ടായിരുന്നു, ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആയിരുന്നു. അതേപോലെ ആ സമയത്തുള്ള ഒരു മെയിൻ ഇവൻ്റ് ആയിരുന്നു സ്പേസ് റേസ്. സ്പുട്നിക് 1 ബൈ USSR, മൂൺ ലാൻഡിങ് ബൈ US ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റാണ്. അപ്പോൾ നല്ലൊരു ന്യൂസ് ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ വേൾഡ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് എങ്ങനെ കറണ്ട് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ടെന്നും അതിൻ്റെ ലെഗസി എപ്പോഴും എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്കിത് എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ ഓഫ് കോഴ്സ് GS പേപ്പർ 1 വേൾഡ് വാർ ആയതുകൊണ്ട് തന്നെ വേൾഡ് ഹിസ്റ്ററി ആംബിറ്റിലെടുക്കാം. GS 2 കറണ്ട് ഗ്ലോബൽ ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസും ജിയോ പൊളിറ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. സെക്യൂരിറ്റി ആംഗിളിൽ GS പേപ്പർ 3 നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് അനാലിസിസ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിളിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ആൻഡ് ഹെഡിങ് കോഷൻ ആൻഡ് ഒപ്റ്റിമിസം എന്നാണ്. അപ്പോൾ ഈ ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് അനാലിസിസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഇന്ത്യ UK ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ 99% ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ടു UK വിൽ ബി ഡ്യൂട്ടി ഫ്രീ. അപ്പോൾ 99% എക്സ്പോർട്ടും ഇനി തൊട്ട് ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും. പൊട്ടൻഷ്യലി ഡബിളിംഗ് ബൈലാറ്ററൽ ട്രേഡ് ടു $120 ബില്യൺ ബൈ 2030. It also eases movement for Indian professional and exempts social security contribution for Indian workers temporarily in the UK. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കൂടുന്നുണ്ട്, അതേപോലെ നമ്മുടെ പ്രൊഫഷണൽസിൻ്റെ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി സ്കിൽഡ് വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ. അപ്പോൾ അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഇനി തൊട്ട് പേ ഔട്ട് ചെയ്യുന്ന ടെമ്പററി സ്റ്റേക്ക് വേണ്ടിയിട്ട് അത് അവർക്ക് കുറച്ചും കൂടി ഇൻകം കയ്യിൽ ഡിസ്പോസിബിളായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ഇതിൽ. പക്ഷേ ഇതിലൊരു കൺസേൺസ് ഉണ്ട്. കൺസേൺസ് എന്താണെന്ന് വെച്ചാൽ ഈ താരിഫ് റെഡ്യൂസ് ചെയ്തിട്ട് ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ്സ്, എസ്പെഷ്യലി ലാംബ്, സാലമൻ ആൻഡ് അതർ എഡിബിൾ പ്രോഡക്ട്സ്, അപ്പോൾ ഈ താരിഫ് കുറയുമ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ്സ് ആക്ച്വലി ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഇന്ത്യയിലെത്തും, അവ ചീപ്പറായിട്ട് അവൈലബിൾ ആവും. അത് ഇവിടുത്തെ ഫാമേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ഹൈലി കോമ്പറ്റീറ്റീവ് ആവും. അപ്പോൾ അത് അവർക്ക് പൊട്ടൻഷ്യലി അവരുടെ പ്രൈസിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും അവർക്ക് മാർക്കറ്റ് വാല്യൂ മിനിമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അതൊരു കൺസേൺ ആയിട്ട് റേസ് ചെയ്യുന്നുണ്ട് ഈ ന്യൂസിൽ മെയിനായിട്ട്. ദെൻ സ്ട്രാറ്റജിക് കോഷൻ ഫോർ ദ ഫ്യൂച്ചർ FTA. അപ്പോൾ ഈ ഒരു കൺസേൺ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് ഇപ്പോൾ കറൻ്റ് യൂറോപ്യൻ യൂണിയനും US ആയിട്ട് FTAക്ക് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസേൺസ് അഡ്രസ്സ് ചെയ്തിട്ട് വേണം ആ ഒരു FTA മെയിനായിട്ട് മാപ്പ് ഔട്ട് ചെയ്യേണ്ടി ഉള്ളതെന്നാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ബ്രീഫിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് ആസ്പെക്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് നോക്കാം. ഇപ്പോൾ പ്രിലിംസ് ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കൺസെപ്റ്റാണ്. പക്ഷേ അതിന് മുന്നായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എങ്ങനെയാണ് ഒരു രണ്ട് കൺട്രീസിൻ്റെ
റിലേഷൻസിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലോട്ട് എത്തുന്നതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ഈ ഒരു സൈഡിലുള്ള ഇൻഫോഗ്രാഫിക്സിൽ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് റിലേഷൻ എന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് തന്നെയാണ്. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ താരിഫിൻ്റെ റിഡക്ഷൻ, അല്ലെങ്കിൽ ഗുഡ്സ് സർവീസിൻ്റെ ഇടയിലുള്ള താരിഫ് കുറയ്ക്കുകയും കൂടുതൽ ട്രേഡിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ. അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റം യൂണിയനാണ്. അപ്പോൾ ഈ കസ്റ്റം യൂണിയൻ എന്ന് വെച്ചാൽ രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു എക്സ്റ്റേണൽ താരിഫ്, അത് ഡിഫറൻഷ്യൽ താരിഫല്ല, കോമൺ താരിഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ട് രാജ്യക്കും. അപ്പോൾ ആ ഗുഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി ഒരു ഈക്വൽ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രൈസും ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെവലെന്ന് വെച്ചാൽ കോമൺ മാർക്കറ്റാണ്. ഇവിടെ ആക്ച്വലി ഗുഡ്സ് മാത്രമായിരിക്കില്ല, ക്യാപിറ്റലും ഫ്ലോ ചെയ്യുന്നുണ്ടാവും, സർവീസും കൂടെ ഉണ്ടാവും. ആൻഡ് ആൾസോ ഡിഫറെൻറ്റ് നാഷണൽ റെഗുലേഷൻ ആണെങ്കിലും ഗുഡ്സിന് അപ്പുറം ക്യാപിറ്റലും സർവീസും കൂടെ ഉള്ള ഒരു ഫ്ലോ ആണ് ആക്ച്വലി ഏതിൽ വരുന്നത്, കോമൺ മാർക്കറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്കോണമിക് യൂണിയൻ ആണ് അടുത്തൊരു ലെവൽ ഓഫ് ഗ്രോത്തിൽ. ഇതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ നോ ബാരിയർ ഫോർ ഇൻറ്റേർണൽ ട്രേഡ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ഹാർമണൈസ് ടാക്സ് റേറ്റ്. അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ട്രേഡിന് വേണ്ടിയിട്ട് യാതൊരു ബാരിയറും ഉണ്ടാവില്ല. ആൾസോ മൂവ്മെൻറ്റ് പീപ്പിൾ ടു പീപ്പിൾ ആണെങ്കിൽ മൂവ്മെൻറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. അതിന് നല്ലൊരു എക്സാമ്പിൾ യൂറോപ്യൻ യൂണിയനാണ്. അത്രയും കൺട്രീസിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റും താരിഫും ആക്ച്വലി ആൾമോസ്റ്റ് നില്ലാണ്. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു എവല്യൂഷൻ്റെ ഫൈനൽ സ്റ്റേജാണ് പൊളിറ്റിക്കൽ യൂണിയൻ. കോമൺ ആയിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊരു എവല്യൂഷണറി ആസ്പെക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജാണ്. രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഒരു എവല്യൂഷൻ ആൻഡ് ട്രേഡിൻ്റെ ഒരു എവല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആക്ച്വലി അത് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് മെയിൻ കൺസെപ്റ്റ്സ് എന്ന് നോക്കാം. പാക്ട് ബിറ്റ്വീൻ 2 or more countries to reduce or eliminate tariff and trade barriers on goods and service. നേരത്തെ പറഞ്ഞ പോലെ താരിഫ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുക, എന്തിന്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ. ഇതെന്തിൻ്റെയൊക്കെ കവർ ചെയ്യും, കവറേജ് ഏതിലൊക്കെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ഓൺ ഗുഡ്സ്, സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെയിൻ ഇൻക്ലൂഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും ആസ്പെക്റ്റിൽ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയണം, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് യൂസസ് എ നെഗറ്റീവ് ലിസ്റ്റ്. ഈ നെഗറ്റീവ് ലിസ്റ്റ് മെയിനായിട്ട് അതിൻ്റെ സ്ട്രാറ്റജിക് പ്രോഡക്ട്സിനെയാണ് മെയിനായിട്ട് ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ലിസ്റ്റിലുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസിനെ ആക്ച്വലി ഈ ഒരു താരിഫിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നതിൽ നിന്ന് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ദാറ്റ് മീൻസ് അതൊരു പ്രൊട്ടക്റ്റഡ് ലിസ്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ താരിഫ് റിഡക്ഷൻ അതിന് മെയിനായിട്ട് അപ്ലൈ ചെയ്യത്തില്ല. എസ്പെഷ്യലി സ്ട്രാറ്റജിക് പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള അറ്റോമിക് മിനറൽസ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലോ അങ്ങനത്തെ ഒരു ഏരിയാസിൽ നമുക്ക് നെഗറ്റീവ് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത കീ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യ UK ട്രേഡ് റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്രീഫിംഗ് ആണ്. ഇന്ത്യ UK ഹാസ് ഫൈനലൈസ്ഡ് എ കോംപ്രഹെൻസീവ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ബൂസ്റ്റിംഗ് ബൈലാറ്ററൽ ട്രേഡ് ബൈ 25.5 ബില്യൺ പൗണ്ട്. അത്രയും ഒരു എമൗണ്ടിൽ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കീ പ്രിലിംസ് പോയിന്റിലുള്ള കൺസെപ്റ്റ്. ഇതപ്പോൾ നമുക്ക് മെയിൻസ് ആസ്പെക്റ്റിൽ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആംഗിളിൽ ബൈലാറ്ററൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK എന്നുള്ള ആസ്പെക്റ്റിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ GS പേപ്പർ 3 ഒരു എക്കണോമിക് കൺസെപ്റ്റ്സും കൂടെ അലൈൻ ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഓക്കെ, അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ റൈറ്റ് ബേസ്ഡ് ഇഷ്യൂ ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് മേലെ ചുമത്തുന്ന സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സർവീസ് ഫീയെ കുറിച്ചിട്ടാണ് ഈ ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. സോ ഇഷ്യൂസ് ഓൺ സർവീസ് ചാർജ്. The legitimacy of mandatory service charge 5% to 20% restaurant is being legally contested. So Consumer Protection Authority banning automatic levy and Restaurants Association challenging the move. അതായത് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ സർവീസ് അവൈൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് റേറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മേൽ ലെവിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവിനെ ആക്ച്വലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ചലഞ്ച് ചെയ്തു കോർട്ടിൽ. അപ്പോൾ ആ ചലഞ്ചിനെതിരായിട്ട് മൂവ് ചെയ്യുന്ന ആക്ച്വലി റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കാതെ അത് ആക്ച്വലി സർവീസ് അല്ലെങ്കിൽ സർവീസ് അക്സെപ്റ്റ് ചെയ്യുന്ന കൺസ്യൂമറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷന് വിടുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് മെയിനായിട്ട് ഈ ന്യൂസിൻ്റെ ഡിസ്കഷൻ മെയിനായിട്ട് പോകുന്നത്. സോ ഇത് കോർട്ട് റൂളിംഗ് എന്തെന്ന് വെച്ചാൽ ഡൽഹി കോർട്ട്സ് ഇൻ്ററിം ഓർഡർ അലൗഡ് സർവീസ് ചാർജസ് ഇഫ് ഡിസ്ക്ലോസ്ഡ് ബട്ട് ഇറ്റ്സ് മാർച്ച് 2023 ഡിക്ലെയർ ദാറ്റ് മേക്ക് ദം വോളണ്ടറി. അതായത് കോർട്ട് റൂളിംഗ്, ഈ റീസെൻ്റ് ഉണ്ടായ കോർട്ട് റൂളിംഗ് മെയിനായിട്ട് ഇത് വോളണ്ടറി ആക്കുക, അല്ലെങ്കിൽ സർവീസ് അവൈൽ ചെയ്യുന്ന കസ്റ്റമറിൻ്റെ ഒരു വോളണ്ടറി റൈറ്റിന് വേണ്ടിയിട്ട് വിടുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് റൂളിംഗ് മെയിനായിട്ട് വന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ഏതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടുതലുള്ള ബ്രീഫിങ് ആക്ച്വലി വരും ദിവസങ്ങളിലുണ്ടാകും. കാരണം കോർട്ടിൻ്റെ ഡിസിഷൻ എന്താണെന്നും അതിൻ്റെ ആസ്പെക്റ്റിന് ബേസ് ചെയ്തുള്ള ഡിസ്കഷൻ വരുന്ന ദിവസങ്ങളിൽ ഇത്തിരി കൂടെ ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാകും. ഇപ്പോൾ പ്രിലിംസ് പോയിന്റിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ബേസ് ഇഷ്യൂസ് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഏതൊക്കെ ആംബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് കവേഴ്സ് ഓൺലൈൻ, ഓഫ്ലൈൻ, ടെലിഷോപ്പിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത് മെയിനായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഉണ്ടാവും. അതാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഈ CCPAയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇത് മെയിനായിട്ട് ആ ഗൈഡ് ലൈൻസും പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഇൻവെസ്റ്റ് ഓൺ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, റീകോൾ ഹസാർഡ്സ് പ്രോഡക്ട്സ്, റെഗുലേറ്റ് കൊമേഴ്സ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ആംബിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ചൂസ് ഇറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് ടു ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A. മെയിനായിട്ട് റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ആൾസോ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അപ്പോൾ ഇത് മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് മോണോപോളിസ് ആൻഡ് ഡിസെപ്റ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റർ ഏതൊക്കെയെന്ന് വെച്ചാൽ GS പേപ്പർ മെയിൻസ് പോയിന്റിൽ GS പേപ്പർ 2 മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. GS പേപ്പർ 3 നമുക്ക് ലിങ്ക് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററിനെ ഷോ ചെയ്യുന്നതാണ്. MMR ഷോസ് എ ഡിക്ലൈനിങ് ട്രെൻഡ് റിവീൽ ലേറ്റസ്റ്റ് ഡേറ്റ. അപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഡിക്ലൈൻ ചെയ്യുന്നു, അതിൻ്റെ ട്രെൻഡ് ഡിക്ലൈൻ ചെയ്യുന്നു എന്നാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ ബ്രീഫിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇന്ത്യയുടെ മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ കറൻറ്റ്ലി 93 പെർ ലാക്ക് ലൈവ് ബർത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഏർലിയർ ഇറ്റ് വാസ് അപ് ടു 103 ഇൻ 2019. അപ്പോൾ അതൊരു നല്ലൊരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. പക്ഷേ റീജിയണലായിട്ട് വേരിയേഷൻ ഉണ്ടെന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി 70 ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇന്ത്യ ആ ഒരു റീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾസോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നുള്ളൊരു ഇതിൽ 3.1 ടാർഗറ്റ് ആക്ച്വലി MMR ആണ്. ദെൻ WHO ഇൻസൈറ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് നോക്കാം. അതിൽ In 2023, over 700 women died daily from preventable pregnancy-related issue, with 90% of these deaths occurring in low and middle income countries. ഇപ്പോൾ WHO ഒരു ഫൈൻഡിങ് എന്ന് വെച്ചാൽ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ് മെയിനായിട്ട് ഈ MMR ഇഷ്യൂ മെയിനായിട്ട് റിഫ്ലക്റ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് നമുക്ക് ഏതൊക്കെ ഏരിയ കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ തന്നെയാണ്. അപ്പോൾ എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ നോക്കാം. ഇറ്റ് ഈസ് മെറ്റേണൽ ഡെത്ത് പെർ 1 lakh ലൈവ് ബർത്ത്. അപ്പോൾ 1 lakh ലൈവ് ബർത്തിൽ എത്ര മെറ്റേണൽ ഡെത്ത്സ് ഉണ്ടാകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ആക്ച്വലി അത് MMR എന്ന് പറയുന്നത്. കറൻറ്റ്ലി 97 ആണ് ഇന്ത്യയിൽ, 103 ആയിരുന്നു അറൗണ്ട് 2020. അപ്പോൾ നല്ലൊരു പ്രോഗ്രസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? മെറ്റേണൽ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആക്സസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. ആൻഡ് ആൾസോ റീജിയണൽ ഡിസ്പാരിറ്റി കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ അറിയാം റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പോൾ അതും ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, അതിൻ്റെ അടുത്ത് SDG 3.1 ടാർഗറ്റിലാണ് ആക്ച്വലി എന്ത് വരുന്നത്? മെറ്റേണൽ മോർട്ടാലിറ്റി വരുന്നത്. അപ്പോൾ ഗ്ലോബൽ ടാർഗറ്റ് എന്ന് വെച്ചാൽ ലെസ് ദാൻ 70 ആണ് മെയിനായിട്ട്. ബൈ 2030 ആണ് ടാർഗറ്റ് ഇയർ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് പോളിസി അനുസരിച്ച് MMRനെ 100 താഴെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനുവലി നമുക്ക് റിഡക്ഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ടാർഗറ്റിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസും പോളിസീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ബ്രീഫിൽ പ്രിലിംസ് പോയിന്റിൽ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഡെഫിനിഷൻ അറിയാം, എൻ്റെ കറണ്ട് ഒരു ഫാക്റ്റായിട്ട് കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നറിയാം, റീജിയണൽ വേരിയേഷൻ വേണ്ടിയിട്ട് ഈ മാപ്പിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ GS പേപ്പർ 2 മെയിൻസിൽ നമുക്ക് എവിടെയൊക്കെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ സോഷ്യൽ ഇഷ്യൂ, വുമൺ, ഡെമോഗ്രഫി, ഈ ഒരു ആംഗിളിലും GS പേപ്പർ 2 ഗവൺമെൻറ് പോളിസി ഓൺ ഹെൽത്ത് എന്നുള്ള ആസ്പെക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ക്ലൈമറ്റ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാഫ്റ്റ് അൺവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ആക്ച്വലി ഈ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഫിനാൻസ് മിനിസ്റ്റർ റിലീസ്ഡ് ഡ്രാഫ്റ്റ് ഫ്രെയിംവർക്ക് ഓഫ് ഇന്ത്യസ് ക്ലൈമറ്റ് ഫിനാൻസ് ടാക്സോണമി എയിംഡ് അറ്റ് ഡയറക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ടുവേഴ്സ് ക്ലൈമറ്റ് ഫ്രണ്ട്ലി പ്രോജക്റ്റ്. അതായത് ക്ലൈമറ്റ് ഫ്രണ്ട്ലി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നെറ്റ് സീറോ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഡ്രാഫ്റ്റ് മെയിനായിട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഗ്ലോബലി ഇപ്പോൾ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലോബൽ ടാർഗറ്റുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റാണ് ആക്ച്വലി മെയിനായിട്ട് ഇപ്പോൾ റിലീസ് ആക്കിയിട്ടുള്ളത്. ദ ടാക്സോണമി കാറ്റഗറൈസസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ക്ലൈമറ്റ് സപ്പോർട്ടീവ്, ക്ലൈമറ്റ് ട്രാൻസിഷൻ.
അപ്പോൾ ഈ ഡ്രാഫ്റ്റിൽ മെയിനായിട്ട് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ക്ലൈമറ്റ് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും. അപ്പോൾ ക്ലൈമറ്റ് സപ്പോർട്ടീവ് ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ, അഡാപ്റ്റേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ്. അതേസമയം ക്ലൈമറ്റ് ട്രാൻസിഷൻ മെയിനായിട്ട് എന്താ സെക്ടേഴ്സ് ലൈക്ക്, അതായത് ഫ്യൂച്ചറിലോട്ട് നമുക്ക് ട്രാൻസിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനെ അതിൻ്റെ കോസ്റ്റിനെയൊക്കെ ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, എസ്പെഷ്യലി ഇൻ ദ സെക്ടേഴ്സ് ഓഫ് അയൺ, സ്റ്റീൽ ആൻഡ് സിമെൻറ്റ് എന്നുള്ള ആസ്പെക്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഏതൊക്കെ ഏരിയ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ക്ലൈമറ്റ് ഫിനാൻസ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ കണക്ക് തന്നെ ക്ലൈമറ്റ് ഫിനാൻസ് മെയിനായിട്ട് മൊബിലൈസിങ് ഫണ്ട് ഫോർ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, മിറ്റിഗേഷൻ ആൻഡ് ഗ്രീൻ ടെക്നോളജി. ഈ ഒരു ആസ്പെക്റ്റിലാണ് ക്ലൈമറ്റ് ഫിനാൻസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് നീഡ്സ് എന്ന് വെച്ചാൽ അറൌണ്ട് $2.5 trillion വേണം ബൈ 2030. എന്തിനു വേണ്ടിയിട്ട്? ക്ലൈമറ്റ് ഗോൾസും ടാക്സോണമി ആസ്പെക്റ്റും അച്ചീവ് ചെയ്യാൻ പറ്റും. നൗ കംസ് നെറ്റ് സീറോ ടാർഗറ്റ്. ഇന്ത്യയുടെ നെറ്റ് സീറോ ടാർഗറ്റ് എമിഷൻ അല്ലെങ്കിൽ കാർബൻ്റെ എമൗണ്ട് നെറ്റ് സീറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ ടാർഗറ്റ് ബൈ 2070 ആണ്. അപ്പോൾ 45% എമിഷൻ ഇൻറ്റൻസിറ്റി റിഡക്ഷൻ ബൈ 2030. അപ്പോൾ എമിഷൻ ഇൻറ്റൻസിറ്റി അതായത് പെർ യൂണിറ്റിൽ എത്ര കാർബൺ എമിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളത് 45% ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ബൈ 2030. അതേപോലെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ അഡോപ്ഷൻ 50% ആണ് മെയിനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡുണ്ട്, ഗ്രീൻ വാഷിംഗ്. ഈ ഗ്രീൻ വാഷിംഗ് എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രിലിംസിന്. ഇറ്റ് ഈസ് മിസ്ലീഡിങ് ക്ലെയിംസ് അബൌട്ട് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഗ്രീൻ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് മിസ്ലീഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് അണ്ടർമൈൻസ് ട്രസ്റ്റ് ആൻഡ് ഡൈവേർട്ട് ഫണ്ട് ഫ്രം ജെന്യൂൻ ക്ലൈമറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ ഫണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് മെയിനായിട്ട് ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിലും റെഗുലേഷൻ ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് കൺസിഡർ ചെയ്യുക ക്ലൈമറ്റ് ഫിനാൻസ് എന്താണ്, നെറ്റ് സീറോ ടാർഗറ്റ് എന്താണ്, ഗ്രീൻ വാഷിംഗ് എന്താണ്. അപ്പോൾ മെയിൻസ് ആസ്പെക്റ്റിൽ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. GS പേപ്പർ 2 ഗവൺമെൻറ് പോളിസിയുടെ അണ്ടറിൽ കണക്ട് ചെയ്യാം. ആൾസോ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ ക്ലൈമറ്റ് ചേഞ്ചും കൺസർവേഷൻ ആംഗിളും നമുക്ക് കണക്ട് ചെയ്യാം ന്യൂസിൻ്റെ. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രെഡേറ്ററി പ്രൈസിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ പ്രെഡേറ്ററി പ്രൈസിങ് അറിയാം, നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് കുറച്ചിട്ട് കോമ്പറ്റീറ്റീവ് ആവാൻ ട്രൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രെഡേറ്ററി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കർബ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻ കമ്മീഷൻ ഇപ്പോൾ കുറച്ച് ഡെഫിനിഷൻസ്, റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആക്ച്വലി ഇത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് പ്രെഡേറ്ററി പ്രൈസിംഗ് എന്ന് വെച്ചാൽ പ്രെഡേറ്ററി പ്രൈസിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൈസിങ് എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് ബിലോ ഇറ്റ്സ് കോസ്റ്റ് ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ കോസ്റ്റിനെയും കാട്ടി വില കുറച്ച് അതിനെ ഒത്തിരി കൂടെ കോമ്പറ്റീറ്റീവ് ആക്കുക എന്നുള്ള ആസ്പെക്റ്റിലാണ് മെയിനായിട്ട് ഈ ഒരു പ്രെഡേറ്ററി പ്രൈസിങ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുമൂലം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ബാക്കി പ്ലെയേഴ്സിന് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡോളജിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് കോസ്റ്റ് കാൽക്കുലേഷനിൽ നിന്ന് ആവറേജ് വാരിയബിൾ കോസ്റ്റിലോട്ട് കോസ്റ്റ് എത്തിക്കണമെന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് നോക്കാം. ഈ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വാരിയബിൾ, അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് പല ആസ്പെക്റ്റിൽ നിന്നുണ്ടോ ആ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആണ് ഇനി തൊട്ട് കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ മെയിനായിട്ട് ഈ റെഗുലേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ്? കോമ്പറ്റീഷൻ ആക്ട് 2002 അണ്ടറിലാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റെഗുലേറ്റ് ഫെയർ കോമ്പറ്റീഷൻ, പ്രിവെൻറ്റ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്. അടുത്ത പ്രെഡേറ്ററി പ്രൈസിങ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ സെല്ലിംഗ് ബിലോ കോസ്റ്റ് ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് അബ്യൂസ് ഓഫ് ഡോമിനൻറ്റ് പൊസിഷൻ. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഇതിൻ്റെ അടുത്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് എന്താണെന്നും വാരിയബിൾ കോസ്റ്റ് എന്താണെന്നുള്ളൊരു ഐഡിയയും കൂടെ പ്രിൻസ് പോയിന്റിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ മെയിൻസ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസി ഇൻ്റർവെൻഷൻ എന്നുള്ള ആസ്പെക്റ്റിലും ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ഏരിയയിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് പോളിസിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഭയങ്കര ഫ്രാഗ്മെൻറ്റഡ് ആണ്. അതേപോലെ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷനും ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്.
അത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഹെൽത്ത് എന്നുള്ള സാധനം 3 ലിസ്റ്റിൽ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കോർഡിനേഷൻ ഇഷ്യൂ ഉണ്ട്. അതിനൊരു കോംപ്രഹെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ കൊഹറൻ്റ് ആയിട്ടുള്ള നാഷണൽ ഒരു പ്ലാൻ ഔട്ട് കൊഹറൻസ് ആക്ച്വലി ഇതിനില്ല എന്നാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ റിഫോം റിക്വയർഡ് എന്നാണ് ആക്ച്വലി ഇത് പറയുന്നത്. അതായത് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഏരിയയിൽ ഒത്തിരി കൂടെ കോർഡിനേറ്റഡ് ആയിട്ടും കൊഹറൻ്റ് ആയിട്ട് ഉള്ള ഡിസൈൻ വേണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ ഓരോ പോളിസീസും അതിൻ്റെ ആക്ഷൻസും പ്ലാൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇൻ ക്രൂഷ്യൽ ഏരിയാസ് ലൈക്ക് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്, ന്യൂട്രീഷൻ, ബിഹേവിയറൽ സയൻസ് ആൻഡ് ഹെൽത്ത് ടെക്നോളജി. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിനായി ബ്രീഫ് ചെയ്യുന്നത്. പബ്ലിക് ഹെൽത്തിന് നമുക്ക് എങ്ങനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള ആസ്പെക്റ്റ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട പ്രിൻസ് പോയിന്റിൽ വരുന്ന ഒരു ഏരിയയാണ് പബ്ലിക് ഹെൽത്ത് ഗവർണൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എവിടെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റ് സ്ട്രക്ചറിലാണുള്ളത്. സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസും അതിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇതിൻ്റെ നോഡൽ സെൻട്രൽ ഏജൻസി. അപ്പോൾ ഈ ഏജൻസിയാണ് പോളിസിയും ഓവർസൈറ്റും ചെയ്യുന്നത്. സ്റ്റേറ്റ്സ് ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ സൈഡിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് അറിയേണ്ട ഒന്നാണ് 7th ഷെഡ്യൂൾ. അപ്പോൾ 7th ഷെഡ്യൂളിനകത്താണ് മെയിനായിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് ലിസ്റ്റ് കീപ്പ് ചെയ്തിട്ടുള്ള യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് ആർട്ടിക്കിളിലാണ് ഇത് മെൻഷൻ ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 246 മെയിനായിട്ട് മെൻഷൻ ഔട്ട് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ന്യൂസുമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയാണ്. ഇതൊരു ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏതിൻ്റെ അണ്ടറാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റെഗുലേറ്റ്, മോണിറ്റർ ഫുഡ് മാനുഫാക്ചർ ആൻഡ് ന്യൂട്രീഷൻ പ്രോസസ്സിങ്. ഈ ഇത്ര ആസ്പെക്റ്റിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വെച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ മെയിൻ ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്ത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് എന്നുള്ള ആസ്പെക്റ്റ് മെയിനായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ന്യൂസാണ് ഇന്നത്തെ ഡെയിലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫായിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ലെവലിൽ നിന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഹിസ്റ്ററി തൊട്ട് ഹെൽത്ത്, എക്കോണമി എല്ലാം, എൻവയോൺമെൻറ്റും കണക്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രീഫിംഗ് നിങ്ങൾ ഇന്നത്തെ ന്യൂസിൻ്റെ അനാലിസിസ് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതേപോലെ അടുത്ത ദിവസം വേറൊരു ന്യൂസ് അനാലിസിസ് കാണാം. താങ്ക് യു.